നമസ്കാരം. പോലീസ് ഇടപെടലിലൂടെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് കമ്മീഷണർ അങ്കിത് അശോക്, അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ എന്നിവരെ അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടു കൂടിയാകും നടപടി. പകരം കമ്മീഷണറായി നിയമിക്കാൻ 3 ഉദ്യോഗസ്ഥരുടെ പേര് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആഭ്യന്തര വകുപ്പ് കൈമാറി. പോലീസിന്റെ നടപടികളിൽ ഉയർന്നുവന്ന പരാതികൾ DGP അന്വേഷിക്കും. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പൂരത്തിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് ഇന്റലിജൻസ് മേധാവി ADGP മനോജ് എബ്രഹാം ആഭ്യന്തര വകുപ്പിന് വിശദമായ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നിട്ടും പൂരസമയത്തെ തർക്കങ്ങൾ ADGPയെ അറിയിച്ചില്ല എന്നതും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയായി ആഭ്യന്തര വകുപ്പ് വിലയിരുത്തി. DIGയും IGയും സംഭവത്തിൽ ഇടപെടാൻ വൈകിയെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. തുടർച്ചയായ 2ാം വർഷവും അനാവശ്യ ഇടപെടലുമായി പൂരം നടത്തിപ്പിൽ കമ്മീഷണർ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ നടന്ന മഠത്തിൽ വരവ് മുതൽ രാത്രിപൂരം വരെയുള്ള 15 മണിക്കൂറിനിടെ പോലീസിന്റെ പരുക്കൻ ഇടപെടലുകൾ പലവട്ടം വാർത്തയായിട്ടും സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായില്ല. തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ പൂരം അലങ്കോലപ്പെട്ടത് പ്രതിപക്ഷ മുന്നണികൾക്ക് ഗുണം ചെയ്യുമോ എന്ന ആശങ്ക LDFനുണ്ട്. പൂര കമ്മിറ്റിക്കാർ മുതൽ പൂരപ്രേമികളോട് വരെ പോലീസ് കമ്മീഷണർ മോശമായി പെരുമാറുന്നതിന്റെ വീഡിയോകളും പുറത്തുവന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ എഴുന്നള്ളിപ്പിന് നിരന്ന ആനകൾക്ക് പനമ്പട്ടയുമായി എത്തിയ ജീവനക്കാർക്ക് നേരെ കമ്മീഷണർ ആക്രോശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിലുണ്ട്. എടുത്തോണ്ട് പോടാ പട്ട എന്നായിരുന്നു കമ്മീഷണറുടെ വെല്ലുവിളി. ആനയ്ക്ക് കൊടുക്കാനാ സാറേ എന്ന് ജീവനക്കാരൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ഒന്നും കൊടുക്കേണ്ട എന്നായിരുന്നു മറുപടി. ചുറ്റും കണ്ടുനിന്നവർ കൊടുത്തുവിട് സാറേ, ആന പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടും കമ്മീഷണർ അയഞ്ഞില്ല. എന്നാൽ അയാളുടെ തലയിൽ വെച്ച് കൊടുക്ക് എന്ന് കമ്മീഷണർക്കെതിരെ ജനക്കൂട്ടത്തിൽ നിന്നുള്ള കമന്റും കേൾക്കാം. ഇതിനു പിന്നാലെ സ്പെഷ്യൽ കുടയുമായി എത്തിയവരെയും കമ്മീഷണർ തടഞ്ഞുവെച്ചു. ടെക്നീഷ്യനാണ് എന്ന് വന്നയാൾ പറയുന്നുണ്ടെങ്കിലും ഒരു ടെക്നീഷ്യനും കേറണ്ട എന്നായിരുന്നു കമ്മീഷണറുടെ മറുപടി. വടക്കുംനാഥ ക്ഷേത്രത്തിലെ വിളക്കുമാടത്തിലൊഴിക്കാൻ എണ്ണയുമായി എത്തിയ ആളെ ACP തടയുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നു. എണ്ണയുമായി വന്നയാളെ പോലീസുകാർ തടഞ്ഞത് പൂര കമ്മിറ്റിക്കാരിൽ ഒരാൾ ചോദ്യം ചെയ്തു. എന്നാൽ പൂരം കഴിഞ്ഞ് വിളക്ക് വയ്ക്കാം എന്നായിരുന്നു ACPയുടെ മറുപടിയെന്ന് കമ്മിറ്റിക്കാർ പറയുന്നു. തൃശൂർ പൂരം സമാപന ദിവസത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കും. തിരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ട്. ദേവസ്വത്തിന്റെയും മാധ്യമപ്രവർത്തകരുടെയും പരാതികൾ കിട്ടിയിട്ടുണ്ട്. DGPയോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. അതേസമയം പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അനാവശ്യ തടസ്സങ്ങൾ ഉണ്ടാക്കിയ പോലീസിന്റെ നടപടിയിൽ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം കടുപ്പിച്ച് കോൺഗ്രസ് നേതാവും UDF സ്ഥാനാർത്ഥിയുമായ K മുരളീധരൻ രംഗത്ത് വന്നിരുന്നു. പൂരത്തിന് പോലീസിനെ കയറൂരി വിടാൻ ഇത് സർ CPയുടെ നാടാണോ എന്ന് മുരളീധരൻ ചോദിച്ചു. പിണറായി പൂരം മുടക്കിയാണെന്നും BJPക്ക് വോട്ട് വാങ്ങിക്കൊടുക്കുന്ന ആളെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ നരേന്ദ്രമോദിക്ക് അവസരം കൊടുത്തത് പിണറായിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോലീസിന്റെ അമിതാധികാര പ്രയോഗത്തിൽ തൃശൂർ പൂരത്തിന്റെ രാത്രി പൂരവും വെടിക്കെട്ടും അലങ്കോലപ്പെട്ട സംഭവത്തിൽ ഇന്നലെ രൂക്ഷ വിമർശനമാണ് K മുരളീധരൻ നടത്തിയത്. അനാവശ്യ നിയന്ത്രണങ്ങൾ തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്തിയെന്ന് മുരളീധരൻ വിമർശിച്ചു. ആദ്യമായി പൂരം നടത്തുന്നത് പോലെയായി കാര്യങ്ങൾ. തോന്നുന്ന ദിക്കിൽ ബാരിക്കേഡ് കെട്ടുക, ആളുകളെ കയറ്റാതിരിക്കുക, ഇതാണ് പൂരത്തിന് സംഭവിച്ചത്. പോലീസിനെ നിയന്ത്രിക്കുന്ന ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഇല്ലേ എന്ന് മുരളീധരൻ ചോദിച്ചു. ജനങ്ങൾ ആത്മസംയമനം പാലിച്ചെന്നും പകലന്തിയോളം വെള്ളം കോരിയിട്ട് കലം ഉടച്ചെന്നും അദ്ദേഹം പറഞ്ഞു.